ജാതിമത വിവേചനമില്ലാതെ എല്ലാവർക്കും പ്രവേശനം ലഭിക്കുന്ന മാനവികതയുടെ പ്രതീകമായ ദൈവമായാണ് മുത്തപ്പൻ അറിയപ്പെടുന്നത്. വടക്കൻ മലബാറിലെ ഏറ്റവും പ്രശസ്തമായ ആരാധനാമൂർത്തിയാണ് ശ്രീ മുത്തപ്പൻ. വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഐക്യരൂപമായാണ് മുത്തപ്പനെ കണക്കാക്കുന്നത്. മുത്തപ്പൻ്റെ ആരാധനാലയം മടപ്പുര എന്നാണ് അറിയപ്പെടുന്നത്. വടക്കേ മലബാറിൽ നിരവധി മടപ്പുരകളുണ്ട്. അത്തരം മടപ്പുരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറശ്ശിനി മടപ്പുരയാണ്. പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ്റെ ചരിത്രകഥകളിലേക്ക് വന്നാൽ, അയ്യങ്കര വാഴുന്നവർ എന്ന നാടുവാഴിക്ക് കുട്ടികൾ ഇല്ലായിരുന്നു. അവരുടെ പത്നിയാണ് പാടിക്കുറ്റി അഥവാ പാർവതി അന്തർജനം. ശിവഭക്തരായ അവർ ഒരു കുഞ്ഞിനായി നിരന്തരം നേർച്ചകളും വഴിപാടുകളും നടത്തി. ഒരു ദിവസം സ്വപ്നത്തിൽ അന്തർജനത്തിന് ശിവദർശനം കിട്ടിയെന്നും അരുവിയിൽ കുളിച്ചു കയറവേ പെട്ടെന്ന് കൽപ്പടവിൽ ഒരു കുഞ്ഞ് പൂമെത്തയിൽ ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും കിടക്കുന്നതായും കണ്ടു. ആ കുട്ടിയെ കൈകളിലെടുത്ത് കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചുറ്റുഭാഗവും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അങ്ങനെ അന്തർജനം ആ കുട്ടിയെ മാറോടണച്ച് വീട്ടിലെത്തി. അയ്യങ്കര വാഴുന്നവരും പാടിക്കുറ്റി അന്തർജനവും ആ കുഞ്ഞിനെ സ്വന്തം മകനെ പോലെ വളർത്തി. കാലങ്ങൾ പിന്നിട്ടപ്പോൾ ആ കുട്ടി അമ്പും വില്ലുമെടുത്ത് വേട്ടയാടാൻ പോകുകയും അങ്ങനെ കിട്ടുന്ന മാംസം ചുട്ടു ഭക്ഷിക്കുകയും കള്ളു കുടിക്കുകയും ചെയ്തു തുടങ്ങി. ഇതറിഞ്ഞ അയ്യങ്കര വാഴുന്നവരും ഭാര്യയും വേട്ടയാടലും മാംസം ഭക്ഷിക്കലും ഉപേക്ഷിക്കാൻ മകനോട് അഭ്യർത്ഥിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അയ്യങ്കര വാഴുന്നവർ ഭാര്യയോട് ഇപ്രകാരം പറഞ്ഞു: നിന്റെ മകൻ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാത്തത് കാരണം ഇനിയും ഇവിടെ നിർത്താൻ കഴിയില്ല. മകനെ പുറത്താക്കേണ്ടതുണ്ട് എന്ന്. ഇത് കേട്ടുകൊണ്ടുവന്ന മകൻ ഉടനെ പൂജാമുറിയിലേക്ക് കയറിയപ്പോൾ കതക് താനേ അടഞ്ഞു. പാടിക്കുറ്റിയമ്മ ഭയത്തോടെ കരയാൻ തുടങ്ങി. മകനോട് കതക് തുറക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മകൻ കതക് തുറന്ന് അമ്പും വില്ലുമണിഞ്ഞ് കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായി തൻ്റെ വിശ്വരൂപം കാട്ടിനിന്നു. ഇത് ഒരു സാധാരണ കുട്ടിയല്ലെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ കുട്ടിയോട് ഇനി എങ്ങും പോവരുതെന്ന് അപേക്ഷിച്ചു. എന്നാൽ പിതാവിനെ വിഷമിപ്പിച്ചുകൊണ്ട് തനിക്കിവിടെ നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ് ആ മകൻ യാത്രയാകാൻ തുനിഞ്ഞു. അപ്പോൾ പാടിക്കുറ്റിയമ്മ മകനോട്, തൃക്കണ്ണ് തുറന്നു നിൽക്കുന്ന നിന്റെ മുഖത്ത് നോക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അതിനാൽ നിന്നെ എനിക്ക് കാണുന്നതിനായി പൊയ്ക്കണ്ണ് ധരിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. അതുപ്രകാരം പൊയ്ക്കണ്ണ് ധരിച്ച് അമ്മയ്ക്ക് മുന്നിൽ നിന്ന് അവരെ അനുഗ്രഹിച്ച് മുത്തപ്പൻ യാത്രയായി. അയ്യങ്കരയിൽ നിന്ന് യാത്ര തുടങ്ങി കുന്നത്തൂരെത്തിയ ആ ദിവ്യശക്തി അവിടെ തങ്ങി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ പൊയ്ക്കണ്ണണിഞ്ഞ മുത്തപ്പന് തുണയായി വിഷ്ണു ചൈതന്യമായി വെള്ളാട്ടം പ്രത്യക്ഷപ്പെടുകയും മുത്തപ്പൻ്റെ കൈപിടിക്കുകയും ചെയ്തു എന്നതാണ് വിശ്വാസം. അവതാര ലക്ഷ്യത്തിനായി പിന്നെ മുത്തപ്പൻ കുന്നത്തൂർ പടിയിൽ നിന്നും ഒരമ്പ് തൊടുക്കുകയും പറച്ചിങ്ങ തിങ്ങി നിൽക്കുന്ന ഒരു പുഴയ്ക്കരികിൽ തറയ്ക്കുകയും ചെയ്തു. അങ്ങനെ കുന്നത്തൂർ പടിയിൽ നിന്നും മുത്തപ്പൻ പറശ്ശിനിയിലേക്ക് തിരിച്ചു. പറച്ചിങ്ങ തിങ്ങുന്ന പ്രദേശമായതുകൊണ്ടാണ് പറശ്ശിനിക്കടവ് എന്ന പേര് കൈവന്നത്. അവിടെ രാത്രി മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ മരത്തിൽ തറച്ചിരിക്കുന്ന അമ്പ് കാണുകയും അതിൽ അപാരമായ ദിവ്യപ്രകാശം ചൊരിയുന്നതായി കണ്ടപ്പോൾ ആ സ്ഥലത്തെ നാടുവാഴിയായ കാരണവരോട് ഈ വിവരം ഉണർത്തിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ പ്രശ്നവിധികൾ ചെയ്തപ്പോൾ മുത്തപ്പൻ ദൈവത്തിൻ്റെ ചൈതന്യമാണ് അതെന്നും ക്ഷേത്രം കെട്ടി ആരാധിക്കണമെന്നും പറയുകയുണ്ടായി. അതുപ്രകാരം കാരണവർ ക്ഷേത്രം കെട്ടുകയും അവിടെ വരുന്ന സർവരെയും മുത്തപ്പൻ്റെ അതിഥികളായി സൽക്കരിക്കുകയും ചെയ്യുന്നു. മഹാശക്തിയുള്ള മുത്തപ്പൻ ദൈവം മത്സ്യാകാര കിരീടം ധരിച്ചതാണ്. ശിവ വിഷ്ണു ചൈതന്യ സങ്കല്പമാണ് കലിയുഗത്തിലെ ദൈവമായി ഭക്തരെ അനുഗ്രഹിക്കുന്ന തേജോരൂപിയായ ശ്രീ മുത്തപ്പൻ്റേത്.